കോഴിക്കോട് ജില്ലയിൽ ഒരേ സമയം 2 ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ. സ്ഥലം മാറ്റം നിയമ നടപടിയിലൂടെ മരവിപ്പിച്ച ഡോക്ടർ രാജേന്ദ്രൻ DMOയായി തുടരുകയാണ്. അതേസമയം സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവി ചൊവ്വാഴ്ച ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. VS രഞ്ജിത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായത്? 2 DMOമാർ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? വിരിഞ്ഞ കോഴിക്കോട് DMO ഓഫീസിൽ ഉണ്ടായിരിക്കുന്ന അസാധാരണമായ ഈ പ്രതിസന്ധി ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ജീവനക്കാരെയാണ്. കാരണം നിലവിലിപ്പോൾ ഓഫീസിൽ DMO കസേരയിൽ ഇരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ 10-ാം തീയതി ട്രാൻസ്ഫറായി പോയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്രൻ തന്നെയാണ്. ആ 10-ാം തീയതി തന്നെ ഡോക്ടർ ആശാദേവി DMOയായി ചുമതലയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അതേ ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും കോടതിയുടെ സ്റ്റേ ഓർഡറുമായി വന്ന് കസേരയിൽ ഇരിക്കുകയാണ്. അതിനകം തന്നെ, അതായത് ആശാദേവി ചുമതലയേറ്റ ശേഷമാണ് ഇന്നിപ്പോൾ ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും DMOയായി കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉള്ളത് അവിടെയുള്ള ഫയലുകൾ ഡോക്ടർ രാജേന്ദ്രന് ഒപ്പിടത്തക്ക രീതിയിൽ ഡോക്ടർ രാജേന്ദ്രന് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ആശാദേവി ചുമതലയേൽക്കുന്നതോടുകൂടി സ്വാഭാവികമായും ഡോക്ടർ രാജേന്ദ്രൻ അവിടുന്ന് റിലീവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിലീവ് ചെയ്ത് പോയിട്ടുള്ള DMO വീണ്ടും അവിടെ കോടതി ഉത്തരവുമായി വന്നിരിക്കുന്നു. അതായത് ഒരു ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്ത ശേഷം ആ ഒരു കോടതിയുടെ സ്റ്റേ ഓർഡർ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉദ്യോഗസ്ഥർക്ക് ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും നമ്മൾ ആശാദേവിയെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഞാൻ അവധിയിൽ പോവുകയാണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രതിസന്ധി മൂലം അവർ അവധിയിൽ പ്രവേശിക്കുകയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അവർ അവധിയിൽ പ്രവേശിച്ചാൽ പോലും ഈ ഡോക്ടർ രാജേന്ദ്രന് DMO ഓഫീസിലെ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ ഇനി സാധിക്കുമോ? ഈ സ്റ്റേ ഓർഡർ എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട്.